ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. PR പ്രവീണയുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീണ, വിദേശത്തു നിന്നെത്തിയ ആൾക്ക് കഴിഞ്ഞ ദിവസം രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്നു. ഇയാൾക്ക് ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? എംപോക്സ് സ്ഥിരീകരിച്ച് റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. UAE-യിൽ നിന്ന് എത്തിയ 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് എംപോക്സ് ആണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ലീഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ ഇദ്ദേഹത്തിന് എംപോക്സ് തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെ ആയിരുന്നു ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയത്. ശാസ്ത്രീയമായ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ എംപോക്സ് ഏത് ക്ലേഡിൽ പെട്ടതാണ്, അതായത് ഏത് തരത്തിൽ, ഏത് വൈറസ് ഇനത്തിൽ പെട്ടതാണ് എന്നുള്ളൊരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. അതായത് ക്ലേഡ് 1B ആണെങ്കിൽ അത് ഇപ്പോൾ ലോകത്തുള്ള ഒരു വൈറസിൻ്റെ തന്നെ വകഭേദം. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാനില്ല. കാരണം നിലവിൽ സ്ഥിരീകരിച്ച 32ാമത്തെ കേസായി ഇത് മാറും എന്നുള്ളതായിരുന്നു. അതല്ല ക്ലേഡ് 2B ആണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ക്ലേഡ് 1B ആണെങ്കിൽ അത് ലോകത്തെ തന്നെ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്ത കേസായി ഇത് മാറുമായിരുന്നു. അതല്ല ക്ലേഡ് 2B ആണെങ്കിൽ 32 പേരിൽ ഒരാൾ എന്നുള്ള തരത്തിലേക്ക് ഇത് മാറും. കാരണം ക്ലേഡ് 1B ആണെങ്കിൽ അത് പിന്നീട് അത് ഈ ഡ്രോപ്ലെറ്റ് വഴി, നമ്മുടെ ശരീരത്തിലെ സ്രവങ്ങൾ വഴിയൊക്കെ പകരാനുള്ള സാധ്യത കൂടുതലുള്ളതാണ്. അത് പിന്നീട് എയർബോൺ, അതായത് വായുമാർഗം അത് പെട്ടെന്ന് പകരാനുള്ള സാധ്യതയിലേക്ക്, അതായത് കോവിഡ് പോലെയൊക്കെ മാറാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു കേരളത്തിന് ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ ആശങ്കയ്ക്ക് അത്ര കണ്ട് വകയില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതേ ഇനത്തിൽപ്പെട്ട, അതേ വൈറസ് ഇനത്തിൽപ്പെട്ട ക്ലേഡ് 2B ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ രോഗം സ്ഥിരീകരിച്ച ആൾക്ക് കൃത്യമായ ലക്ഷണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എംപോക്സ് ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ചികിത്സ നൽകിയിരുന്നത്. ഇദ്ദേഹത്തെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ നൽകി വരികയായിരുന്നു. ഇപ്പോൾ മഞ്ചേരി ആശുപത്രിയിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന് കൃത്യമായി ചികിത്സ നൽകി മറ്റേതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തി അവരെയും ഒരുപക്ഷെ നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തും. പക്ഷേ ഈ ക്ലേഡ് 2B ആയതുകൊണ്ട് തന്നെ അത്ര അധികം തരത്തിലുള്ള പകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നിഗമനം. പക്ഷേ എന്നാലും ജാഗ്രത വേണം. മറ്റ് രാജ്യങ്ങളിൽ, എംപോക്സ് സ്ഥിരീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തണമെന്നും കൃത്യമായ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രികളിൽ ഏതൊക്കെ ആശുപത്രികളിൽ ഐസൊലേഷൻ സൗകര്യമുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ എത്തി തന്നെ ചികിത്സ തേടണം എന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് എംപോക്സ് സ്ക്രീനിങ്ങും നടക്കുന്നുണ്ട്. കാരണം എംപോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇവിടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് തന്നെ ആശുപത്രികളിലേക്ക് പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവായിരിക്കുന്നു എന്നാണ് നിലവിൽ അവസ്ഥയിൽ മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, ക്ലേഡ് 1B മറ്റൊരു കാര്യം, എന്തായാലും ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ക്വാറന്റൈൻ രോഗിയുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കേണ്ടേ? ക്വാറന്റൈൻ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ രോഗവ്യാപനം തടയാൻ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്നുണ്ടോ ജില്ലയിൽ? നിലവിൽ നമുക്ക് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ എംപോക്സിൻ്റെ, അതായത് എംപോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ക്ലേഡ് 1B ആകുമ്പോഴുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അത് അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഡ്രോപ്ലെറ്റ് വഴിയും അത് പിന്നീട് എയർബോൺ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ക്ലേഡ് 2B അത് പകരുന്നതിന് കൃത്യമായ രീതികളുണ്ട്. അത് കൃത്യമായി രോഗമുള്ള ഒരാളുമായി അടുത്ത സമ്പർക്കം, അത് ശാരീരികമായോ അല്ലാതെയോ ഉള്ള അടുത്ത സമ്പർക്കം വരുമ്പോഴാണ് ഈ അസുഖം പകരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ, ഒരു വീടിനുള്ളിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ വലിയ തരത്തിലുള്ള ക്വാറന്റൈൻ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് പോകാൻ, കോണ്ടാക്റ്റ് ട്രേസ് ചെയ്ത് അത്തരം ക്വാറന്റൈനിലേക്ക് പോകേണ്ട സാധ്യത ഉണ്ടാകില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ജാഗ്രത മുന്നിൽ കണ്ട് ഇദ്ദേഹവുമായി കോണ്ടാക്റ്റ് വന്നിട്ടുള്ള, അതായത് അടുത്ത് കോണ്ടാക്റ്റ് വന്നിട്ടുള്ള ആളുകളോട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയൊരു തരത്തിൽ ഭീതിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആശങ്കയോ വേണ്ട സാഹചര്യം ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഫലം വന്നിരിക്കുന്നതും. ഇത് ഏത് ഗണത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലേഡ് 1B ആണോ 2B ആണോ എന്ന് നോക്കുമ്പോൾ അത്തരത്തിൽ ആശങ്ക വേണ്ടാത്ത സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
പ്രവീണ, എന്തായാലും യുവാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അധികം ആളുകളോട് ഒപ്പമൊന്നും പോയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സമ്പർക്ക പട്ടിക അത് കൂടുതൽ ആൾക്കാരിലേക്ക് പടരാനുള്ളൊരു സാഹചര്യം കുറവാണ്. പക്ഷേ യുവാവിൻ്റെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്നതാണ്, യുവാവിൻ്റെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ഒരു ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമല്ലേ നിലവിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ? അല്ല, എംപോക്സ് സ്ഥിരീകരിച്ചാൽ പോലും ഈ ക്ലെയ്ഡ് 2B ആണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി വളരെ അടുത്ത സമ്പർക്കത്തിലുള്ള, അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ അടുത്തിടപഴകിയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ്. അത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻ വഴിയാകാം, അതുമല്ലെങ്കിൽ അടുത്തിടപെട്ട് നമ്മളിപ്പോൾ ഒരാളെ ഹഗ് ചെയ്യുന്ന, ഒരു രോഗം വന്ന ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ അയാളെ അടുത്ത് ആലിംഗനം ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ആശങ്കപ്പെടുത്തുന്നതായിട്ടുള്ളത്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. രോഗം വന്ന ആൾ എന്തായാലും നിലവിൽ ആരോഗ്യ വകുപ്പിൻ്റെ കൃത്യമായ ക്വാറന്റൈൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പകർച്ചയ്ക്കുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുമില്ല. ശരി, എംപോക്സ് ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന മലപ്പുറം എടവണ്ണ സ്വദേശി ഒതായി സ്വദേശി കഴിഞ്ഞ ദിവസം ലക്ഷണങ്ങളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. യുവാവിനാണിപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് എത്തിയത്. അതിനുശേഷം രോഗലക്ഷണങ്ങളൊക്കെ കണ്ടതോടെയാണ് എംപോക്സ് എന്ന സാധ്യത തള്ളിക്കളയാതെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഇപ്പോൾ യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്.